നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ബുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 7ാമത്തെ ചാപ്റ്ററാണ് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ സഹബന്ധം എന്നാണ് മലയാളം. ഇവിടെ സാധാരണ നമുക്ക് വരുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ ഒരു തിയറി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. കോറിലേഷൻ എന്താണ്, അതായത് സഹബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടോ അതിലധികമോ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാംഖിക ഉപകരണമാണ് കോറിലേഷൻ അല്ലെങ്കിൽ സഹബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, സഹബന്ധം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ വേരിയബിൾസ് അല്ലെങ്കിൽ ചരങ്ങൾ, അതായത് ഇവിടെ ചരം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ എക്സ് വൈ എന്നീ പേരുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വേരിയബിൾസിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എക്സ് എന്നും വൈ എന്നും പറയുന്ന രണ്ട് ചരം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാംഖിക ഉപകരണം മാത്രമാണ് കോറിലേഷൻ അല്ലെങ്കിൽ സഹബന്ധം. ഓക്കെ, സഹബന്ധം 2 തരത്തിലുണ്ട്. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. 2 തരം സഹബന്ധങ്ങളുണ്ട്. ഒന്ന് പോസിറ്റീവ് സഹബന്ധമാണ്, രണ്ടാമത്തേത് നെഗറ്റീവ് സഹബന്ധമാണ്. സഹബന്ധത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് സഹബന്ധമാണ്, രണ്ടാമത്തേത് നെഗറ്റീവ് സഹബന്ധമാണ്. ഓക്കെ, അതായത് ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരേ ദിശയിലാണ് ആണെങ്കിൽ, അതായത് എക്സ് വൈ എന്നീ 2 വേരിയബിൾസ് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് വർദ്ധിക്കുന്നത് ഒരേ ദിശയിലാണെങ്കിൽ, അതായത് വർദ്ധിക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിച്ചാൽ മതി. വർദ്ധിക്കുകയാണെങ്കിൽ എക്സ് എന്നും വൈ എന്നും പറയുന്ന 2 ചരങ്ങളുടെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ വാല്യൂസ് വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് സഹബന്ധം എന്നും, അല്ലെങ്കിൽ വർദ്ധിക്കുന്നതാണ് അളക്കുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് സഹബന്ധം എന്നും, അതുപോലെ തന്നെ ഈ 2 ചരങ്ങളുടെ വാല്യൂസ് കുറയുന്നതിനെയാണ്, ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻവേഴ്സ് നെഗറ്റീവ് ആകുന്നതാണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് സഹബന്ധം എന്ന് പറയും. അത് ജസ്റ്റ് ഓർമ്മയിൽ വെച്ചാൽ മതി, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ഭാഗമാണ്. പക്ഷേ ടൈപ്സ് ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ്റെ സഹബന്ധത്തിൻ്റെ 2 തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പോസിറ്റീവ് സഹബന്ധവും നെഗറ്റീവ് സഹബന്ധവും ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. സഹബന്ധം അളക്കുന്ന ടെക്നിക്കുകൾ, അതായത് അതിൻ്റെ രീതികൾ, സാങ്കേതികതകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെക്നിക്സ് ഫോർ മെഷറിംഗ് കോറിലേഷൻ. കോറിലേഷൻ അളക്കുന്ന, മെഷർ ചെയ്യുന്ന ടെക്നിക്കുകൾ, ഓക്കെ, സങ്കേതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായും ഈ സഹബന്ധം അളക്കുന്നതിന് 3 ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്. സഹബന്ധം അളക്കുന്നതിന് പ്രധാനമായും 3 ടെക്നിക്കുകളുണ്ട്. അതിലൊന്നാമത്തേത് സ്കാറ്റർ ഡയഗ്രം എന്നാണ് പറയുന്നത്. സ്കാറ്റർ ഡയഗ്രത്തെ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക, സ്കാറ്റർ ഡയഗ്രം. രണ്ടാമത്തേത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, അതായത് കാൾ പിയേഴ്സൻ്റെ സഹബന്ധ ഗുണാങ്കം, അതാണ് രണ്ടാമത്തേത്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കാൾ പിയേഴ്സൻ്റെ, അതൊരു വ്യക്തിയാണ്, വ്യക്തിയുടെ പേരിലാണ് അത് കൊടുത്തിട്ടുള്ളത്. കാൾ പിയേഴ്സൻ്റെ സഹബന്ധ ഗുണാങ്കം എന്നാണ്. മൂന്നാമത്തേത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ്. സ്പിയർമാൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ പേരിലുള്ള റാങ്ക് സഹബന്ധം. ഓക്കെ, സ്പിയർമാൻസ് റാങ്ക് സഹബന്ധം. ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ ഭാഗങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് പഠിക്കാനുള്ളതാണ്. നേരെ മറിച്ച് സ്കാറ്റർ ഡയഗ്രവും പ്രോബ്ലം റിലേറ്റഡ് തന്നെയാണ്, പക്ഷെ അത് നമുക്ക് കർവായിട്ട് വരയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് 3ഉം എന്താണെന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ സ്കാറ്റർ ഡയഗ്രാം വരെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്ന ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്കാറ്റർ ഡയഗ്രത്തിലേക്ക് പോകുന്നു. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ സഹബന്ധം അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് സ്കാറ്റർ ഡയഗ്രാം. അതായത് ഈ 2 വേരിയബിൾസ് തമ്മിലുള്ള എക്സ് വൈ എന്നീ വേരിയബിൾസ് തമ്മിലുള്ള ചരങ്ങൾ തമ്മിലുള്ള ബന്ധം അളക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ സഹബന്ധം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗമാണ് സ്കാറ്റർ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ 1 വേർഡൊക്കെ ചോദിക്കും
പറയുമ്പോൾ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് രണ്ട് ചരങ്ങൾ തമ്മിലുള്ള ബന്ധം അളക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ അത് സഹബന്ധമാണ്. ഈ സഹബന്ധം ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് ചരങ്ങൾ തമ്മിലുള്ള ബന്ധം അളക്കുന്ന സഹബന്ധത്തിൽ ഏറ്റവും ലളിതമായിട്ട് സഹബന്ധം അളക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്കാറ്റർ ഡയഗ്രമാണ്. ഓക്കെ, സ്കാറ്റർ ഡയഗ്രാം ആ പേരിൽ തന്നെ ഉണ്ട്, ചിത്രങ്ങളാണ്, ഡയഗ്രമാണ്. അതിൽ 5 ഡയഗ്രാംസ് ആണ് സ്കാറ്റർ ഡയഗ്രാംസ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. മൂന്നാമത്തേത് പോസിറ്റീവ് കോറിലേഷൻ. നാലാമത്തേത് നെഗറ്റീവ് കോറിലേഷൻ. അഞ്ചാമത്തേത് നോ കോറിലേഷൻ. ഓക്കെ, അപ്പോൾ 5 കോറിലേഷൻ മെത്തേഡ്സുകളുണ്ട് ഏതിൽ? സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം കോറിലേഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗമാണ് സ്കാറ്റർ ഡയഗ്രാം. ആ സ്കാറ്റർ ഡയഗ്രാം 5 തരത്തിലാണ് കോറിലേഷൻ അളക്കുന്നത്. അതിലൊന്നാമത്തേത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, അതായത് പരിപൂർണ പോസിറ്റീവ് സഹബന്ധം. ഓക്കെ, അല്ലെങ്കിൽ പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, അങ്ങനെ പഠിച്ചാൽ മതി. പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. രണ്ടാമത്തേത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം, പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം. ദെൻ മൂന്നാമത്തേത് പോസിറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് സഹബന്ധം. നാലാമത്തേത് നെഗറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് സഹബന്ധം. അഞ്ചാമത്തേത് നോ കോറിലേഷൻ, സഹബന്ധമില്ലായ്മ. നോ കോറിലേഷൻ, സഹബന്ധമില്ലായ്മ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 5 പേര് കൃത്യമായിട്ട് പഠിക്കണം. 5 പേരുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് വരുന്നത് 2 രീതിയിലാണ്. 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ വെച്ചിട്ടാണ് ഈ ചോദ്യം വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചോദ്യം വരിക എന്ന് പറയാം. അതായത് നമുക്ക് സ്കാറ്റർ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുന്നത് ഇതിൻ്റെ പേരുകൾ തരും. ഈ പറഞ്ഞ പോലെയുള്ള 5 4 3 ഒക്കെ പേരുകൾ തന്നിട്ട് അതിൻ്റെ ചിത്രം ഏതാണെന്ന് വരയ്ക്കാൻ വേണ്ടി പറയും. അതിൻ്റെ കർവ് വരച്ച് വെക്കാൻ വേണ്ടി പറയും. ഒരിക്കലും ഇതിൻ്റെ തിയറി ചോദിക്കാറില്ല. അതുകൊണ്ട് തിയറി പഠിക്കണം നിർബന്ധം ഒരിക്കലുമില്ല. നിങ്ങളിവിടെ പഠിക്കേണ്ടത് സ്കാറ്റർ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പേരുകളും, അതായത് എത്ര തരം സ്കാറ്റർ ഡയഗ്രാം ഉണ്ട്, അത് ഏതൊക്കെയാണെന്നും ആ ഓരോന്നിനെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്, ഗ്രാഫ് ഏതൊക്കെയാണെന്നാണ് കൃത്യമായി അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2 ചരങ്ങളുടെയും, അതായത് ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മൾ ഈ ഒറിജിൻ പോയിന്റിൽ നിന്ന്, അതായത് 0 പോയിന്റിൽ നിന്ന് എക്സ് ആൻഡ് വൈ ആക്സിസിൽ മുട്ടാതെ വലത്ത് മുകളിലോട്ട് ഒരു രേഖ നമ്മൾ വരയ്ക്കുകയും ആ രേഖയ്ക്ക് മുകളിലൂടെയാണ് നമ്മൾ ബിന്ദുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതെങ്കിൽ അതിനെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക. അതായത് പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ച്, ചിത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഈ 0 അല്ലെങ്കിൽ ഒറിജിൻ പോയിന്റിൽ നിന്ന് എക്സും വൈയും കൂട്ടിമുട്ടിയ O എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ അവിടെ നിന്ന് വലത്ത് മുകളിലോട്ട് നമ്മളൊരു രേഖ വരയ്ക്കുന്നു. പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല. കൃത്യമായിട്ടുള്ള അളവ് എന്ന് വെച്ചാൽ സ്കെയിൽ കൃത്യമായിട്ട് വെച്ച് വരയ്ക്കാനേ ഉള്ളൂ. അല്ലാതെ അവിടെ സ്കെയിലിൽ അളവെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് മുകളിലോട്ട് വെച്ചിട്ട് അത് വരച്ചതിന് ശേഷം ഒരു രേഖ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കൃത്യമായിട്ട് മുകളിൽ തന്നെ, അതായത് ആ രേഖയുടെ മുകളിൽ മാത്രമായിട്ട് നമ്മൾ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി വെക്കുകയാണെങ്കിൽ ആ ഒരു സഹബന്ധത്തെയാണ് നമ്മൾ പെർഫെക്റ്റ് പോസിറ്റീവ് സഹബന്ധം അല്ലെങ്കിൽ പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം എന്ന് പറഞ്ഞാൽ, അതായത് ഇതുപോലെ തന്നെയാണ് എക്സും വൈയും 2 ചരങ്ങളുടെ അളവുകൾ നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് വൈ ആക്സിസിൻ്റെ ഭാഗത്ത് നിന്ന് വലത്ത് താഴോട്ട് നമ്മളൊരു രേഖ വരയ്ക്കുകയും ആ രേഖയ്ക്ക് മുകളിലായിട്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി വെച്ച് ആ ബിന്ദുക്കൾ അളക്കുന്നതാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അതായത് പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ് രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയും വരയ്ക്കാം. ഇനി അതല്ലാതെ എക്സ് വൈ ആക്സിസ് ആക്കിക്കൊണ്ട് ഈ ഗ്രാഫിൽ ടച്ച് ചെയ്യാതെ, അതായത് എക്സ് ആൻഡ് വൈ ആക്സിസിൽ ടച്ച് ചെയ്യാതെ നമ്മളൊരു രേഖ മാത്രമാക്കി വെച്ചുകൊണ്ട് നമുക്കിത് വരച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇനി മൂന്നാമത്തേത് പോസിറ്റീവ്
കോറിലേഷനാണ്, പോസിറ്റീവ് സഹബന്ധം. ഇതിൻ്റെ പ്രത്യേകത ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് 0 പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് വലത്ത് മുകളിലോട്ട് ഒരു രേഖ വരച്ച് അതിന് ചുറ്റിലുമായിട്ട്, ആ രേഖയ്ക്ക് മുകളിലല്ല, രേഖയുടെ 2 വശങ്ങളിലുമായിട്ട് ബിന്ദുക്കൾ മാർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സഹബന്ധം അളക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് സഹബന്ധം എന്നുള്ളത്. അതുപോലെ നെഗറ്റീവ് സഹബന്ധമാണ് 4മത്തേത്. നെഗറ്റീവ് സഹബന്ധം നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് വൈ ആക്സിസിൻ്റെ ആ മുകൾ ഭാഗത്ത് നിന്ന് എക്സ് ആക്സിസിൻ്റെ താഴോട്ട് നമ്മളൊരു രേഖ വരയ്ക്കുകയും, അതായത് ഇടത്തെ മുകളിൽ നിന്ന് വലത്ത് താഴോട്ട് ഒരു രേഖ വരച്ചിട്ട് ആ രേഖയുടെ 2 വശങ്ങളിലുമായിട്ട് ബിന്ദുക്കൾ മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് സഹബന്ധം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ലാസ്റ്റ് ഭാഗം വരുന്നത്. ലാസ്റ്റ് ഭാഗം നോ കോറിലേഷൻ ആണ്, സഹബന്ധമില്ലായ്മ. സഹബന്ധമില്ലായ്മ എന്ന് പറഞ്ഞാൽ 2 ചരങ്ങൾ തമ്മിൽ കൃത്യമായിട്ടൊരു ബന്ധം കാണിക്കാത്ത, അളക്കാൻ കഴിയാത്തതാണ് സഹബന്ധമില്ലായ്മ എന്ന് പറയുന്നത്. അതായത് എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ആകൃതിയും ഇല്ലാതെ, അതായത് നമുക്ക് രേഖ വരയ്ക്കേണ്ട ആവശ്യമില്ല, രേഖ ഇല്ലാതെ എക്സ് ആൻഡ് വൈ ആക്സിസിന് ഉള്ളിലായിട്ട് നമ്മൾ ഈ എന്താ പറയുക, ബിന്ദുക്കൾ ഇങ്ങനെ ചിതറി വരച്ച പോലെ, ചിതറി ഇട്ട പോലെ നമ്മൾ അവിടെ ഇവിടെ കുറേശ്ശെ ബിന്ദുക്കൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഹബന്ധമില്ലായ്മ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇതുപോലെ തന്നെ ഇത് എഴുതി ചെയ്ത് പഠിക്കണം. ഇത് വരച്ച് മാത്രമാണ് പഠിക്കേണ്ടത്. അതിൻ്റെ പേരെഴുതി പഠിക്കുക, അതാത് പേരെഴുതുക, അതിൻ്റെ അടുത്ത് തന്നെ ചിത്രം വരച്ച് പഠിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.